വിവാഹ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി UAE. 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം ചെയ്യാം. രക്ഷിതാവിന്റെ സമ്മതം ഇനി മുതൽ ആവശ്യമില്ല. UAE വിവാഹപ്രായം, വിവാഹമോചനം, വിവാഹ സമ്മതം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിയമമനുസരിച്ച് രക്ഷിതാക്കളുടെ സമ്മതം ഇല്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. മാതാപിതാക്കൾ എതിർത്താലും പ്രായപൂർത്തിയാകാത്തവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാം. 30 വയസ്സ് പ്രായവ്യത്യാസമുണ്ടെങ്കിൽ കോടതിയുടെ അനുമതിയോട് മാത്രമേ വിവാഹം നടത്താൻ കഴിയുന്നുവെന്ന് നിയമം അനുശാസിക്കുന്നു. വിദേശികളായ മുസ്ലിം സ്ത്രീകൾക്ക് സ്വന്തം രാജ്യത്തെ നിയമത്തിൽ വിവാഹത്തിന് രക്ഷിതാവിന്റെ അനുമതി നിർബന്ധമില്ലെങ്കിൽ UAE നിയമം ബാധകമാകും. നിയമപരമായി വിവാഹപ്രായം 18 ആണ്. ഇതിനു മുകളിൽ പ്രായമുള്ള ഒരാളുടെ വിവാഹത്തിന് രക്ഷിതാവിൽ നിന്ന് എതിർപ്പുണ്ടായാൽ അവർക്ക് നിയമപരമായി ജഡ്ജിയെ സമീപിക്കാവുന്നതാണ്. പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർക്ക് നിയമപരമായി രക്ഷിതാവോ കസ്റ്റോഡിയനോ ഇല്ലാതെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമം അധികാരം നൽകുന്നുണ്ട്. വിദേശികളായ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹത്തിന് രക്ഷകർത്താവ് വേണമെന്ന് അതായത് രാജ്യത്തിന്റെ ദേശീയ നിയമം ആവശ്യപ്പെടുന്നില്ലെങ്കിലും മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ വിവാഹിതരാകാം. സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള പുരുഷന്റെ അഭ്യർത്ഥന മാത്രമാണ് വിവാഹ നിശ്ചയമെന്നും നിയമ ഭേദഗതിയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം വിവാഹമായി കണക്കാക്കാനാകില്ല. വിവാഹ നിശ്ചയ സമയത്ത് നൽകിയ സമ്മാനങ്ങൾ തിരികെ വാങ്ങുന്നത് മാനദണ്ഡങ്ങൾ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിവാഹം നടന്നില്ലെങ്കിലും 25,000 ദിർഹത്തിനേക്കാൾ മൂല്യമുള്ള സമ്മാനങ്ങൾ തിരികെ നൽകണം. എന്നാൽ അപ്പോൾ തന്നെ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള സമ്മാനമാണെങ്കിൽ ഇത് ബാധകമല്ല. വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം 18 വയസ്സാക്കി ഉയർത്തിയതാണ് മറ്റൊരു പ്രധാന മാറ്റം. നേരത്തെ ഇത് ആൺകുട്ടികൾക്ക് 11ഉം പെൺകുട്ടികൾക്ക് 15 വയസ്സുമായിരുന്നു. എന്നാൽ 15 വയസ്സ് തികഞ്ഞ കുട്ടിക്ക് ആർക്കൊപ്പം ജീവിക്കണമെന്ന് നിലപാടെടുക്കാം. 18 വയസ്സ് തികഞ്ഞവർക്ക് പാസ്പോർട്ടും തിരിച്ചറിയൽ കാർഡും കയ്യിൽ സൂക്ഷിക്കാം. അതേസമയം പ്രായപൂർത്തിയാകാത്തവരുടെ സ്വത്ത് ദുരുപയോഗം ചെയ്യുക, രക്ഷിതാക്കളെ സംരക്ഷിക്കാതിരിക്കുക എന്നിവയെല്ലാം കുറ്റകൃത്യമാണ്. 5,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയും തടവുമാണ് ശിക്ഷയെന്ന നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിവാഹ കരാറിൽ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടില്ലെങ്കിലും ഭാര്യ ഭർത്താവിനോടൊപ്പം അനുയോജ്യമായ ഭവനത്തിൽ താമസിക്കണം. പുതിയ നിയമത്തിന്റെ പ്രധാന വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. രക്ഷിതാവ് വിസമ്മതിച്ചാലും സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. UAE പൗരത്വമില്ലാത്ത മുസ്ലിം സ്ത്രീകൾ ആണെങ്കിൽ അവരുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രക്ഷിതാവിനെ നിയമിക്കേണ്ടതില്ലെങ്കിൽ അത്തരക്കാർക്ക് രക്ഷിതാവിന്റെ സമ്മതം ആവശ്യമില്ല. രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് വിവാഹപ്രായമാണ്. നിയമപരമായി വിവാഹപ്രായം 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ രക്ഷിതാവ് സമ്മതിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ജഡ്ജിയെ സമീപിച്ച് വിവാഹത്തിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. മൂന്നാമത്തെ വ്യവസ്ഥയാണ് പ്രായവ്യത്യാസം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രായവ്യത്യാസം 30 വയസ്സാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിവാഹം പാടുള്ളൂ. നാലാമത്തെ പ്രസ്താവന വിവാഹ നിശ്ചയത്തിന്റെ നിർവചനം. വിവാഹ നിശ്ചയം എന്നത് പുരുഷൻ തനിക്ക് അനുവദനീയമായ സ്ത്രീയെ വിവാഹ വാഗ്ദാനത്തിനൊപ്പം വിവാഹം കഴിക്കാനുള്ള അഭ്യർത്ഥനയാണ്. അതിനാൽ വിവാഹ നിശ്ചയം വിവാഹമായി കണക്കാക്കാനാകില്ല. വിവാഹ അഭ്യർത്ഥന എന്നത് വിവാഹത്തിന് അപേക്ഷയും അതിനുള്ള വാഗ്ദാനവുമാണ്. അതിൽ വിവാഹമായി ഒരു ബന്ധവുമില്ല. ഇനി അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം റദ്ദാക്കിയാലാണ്. നിശ്ചയിച്ച വിവാഹം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചാൽ മാത്രമേ സമ്മാനങ്ങൾ തിരികെ നൽകാനാവൂ. 25,000 ദിർഹയിൽ കൂടുതലുള്ള വിലയേറിയ സമ്മാനങ്ങൾ അവ സ്വത്തസിദ്ധമായി ഉപയോഗിക്കാമെങ്കിൽ വസ്തുവായോ രസീത് സമയത്തോ അവയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയോ തിരികെ ലഭിക്കും. ഇനി അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഭാര്യയുടെ താമസമാണ്. വിവാഹ കരാറിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിലും ഭാര്യ ഭർത്താവിനോടൊപ്പം അനുയോജ്യമായ വീട്ടിൽ താമസിക്കണമെന്നത് നിയമപരമാണ്. അടുത്തത് രക്ഷകർത്താ അവകാശങ്ങൾ. വീട് വിടുകയോ ജോലിക്ക് പോകുകയോ ചെയ്യുന്ന ദാമ്പത്യ പദ്ധതികൾ ലംഘിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ പങ്കാളിക്ക് തീർപ്പിലെത്താം. ഇനി വരുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് മാതാപിതാക്കളെ പരിപാലിക്കലാണ്. മാതാപിതാക്കൾ അവഗണിക്കൽ, മോശമായി പെരുമാറൽ, ദുരുപയോഗം ചെയ്യൽ, ഉപേക്ഷിക്കൽ, സാമ്പത്തികമായി സഹായിക്കാതിരിക്കൽ തുടങ്ങിയ പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. നേരത്തെയും ഇത് കുറ്റകരമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇതിന്റെ ശിക്ഷ ഒന്നുകൂടെ കടുപ്പിച്ചിട്ടുണ്ട്.